നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. വമ്പൻ ബഹിരാകാശ ദൗത്യങ്ങളുമായി കുതിക്കാനൊരുങ്ങുകയാണ് നമ്മുടെ രാജ്യം. മനുഷ്യ ബഹിരാകാശ യാത്ര, ഭൂമി നിരീക്ഷണം, അന്താരാഷ്ട്ര സഹകരണം എന്നിവയിൽ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കഴിവുകളെ അടിവരയിടുന്ന നിരവധി ഉന്നത ബഹിരാകാശ ദൗത്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. 2025 മെയ് മുതൽ ജൂലൈ വരെയുള്ള ഒരു കാലയളവിലേക്കാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഒരുങ്ങുന്നത്. ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമിന് കീഴിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് പൈലറ്റായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുക്ല, ബഹിരാകാശ യാത്രാ പ്രവർത്തനങ്ങൾ, മൈക്രോഗ്രാവിറ്റി അഡാപ്റ്റേഷൻ, അടിയന്തര പ്രോട്ടോക്കോളുകൾ എന്നിവയിൽ വിലമതിക്കാനാവാത്ത പ്രായോഗിക അനുഭവം നേടുമെന്നതാണ്. ഇത് ഇന്ത്യയുടെ സ്വന്തം മനുഷ്യ ബഹിരാകാശ യാത്രാഭിലാഷങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. മെയ് 18 PSLV C-61 റോക്കറ്റ് EOX-9 ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെയും വഹിച്ചുകൊണ്ട് പറന്നുയരും. സി ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഘടിപ്പിച്ച ഈ ഉപഗ്രഹം കാലാവസ്ഥയോ ദിവസത്തിൻ്റെ സമയമോ പരിഗണിക്കാതെ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഉയർന്ന റെസല്യൂഷൻ ഇമേജിംഗ് നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ നിരീക്ഷണ ദുരന്ത നിവാരണ ശേഷികളെ ഗണ്യമായി വർദ്ധിപ്പിക്കും. ഗഗൻയാൻ പ്രോഗ്രാമിൻ്റെ പ്രധാന ഘടകമായ ടെസ്റ്റ് വെഹിക്കിൾ D2 TVD2 ആണ് മറ്റൊരു നിർണായക ദൗത്യം. ജൂണിൽ GSLV F-16 റോക്കറ്റിൽ നിസാർ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ISRO നാസയുമായി സഹകരിക്കും. ഡുവൽ ഫ്രീക്വൻസി റഡാർ നാസയുടെ L ബാൻഡ്, ഇസ്രോയുടെ S ബാൻഡ് എന്നിവ ഉപയോഗിച്ച് ഓരോ 12 ദിവസത്തിലും മുഴുവൻ ഭൂഗോളവും മാപ്പ് ചെയ്യുന്ന ഒരു പ്രധാന ഭൗമ നിരീക്ഷണ ദൗത്യമാണ് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. ആവാസ വ്യവസ്ഥകൾ, മഞ്ഞുപാളികൾ, സമുദ്രനിരപ്പ് ഉയരൽ, ഭൂകമ്പം, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിർണായക ഡേറ്റ ഈ ഉപഗ്രഹം നൽകുമെന്നതാണ്. ഇത് ഭൂമിയുടെ ചലനാത്മക സംവിധാനങ്ങളെക്കുറിച്ചൊരു പുതിയ കാഴ്ചപ്പാട് നൽകുമെന്നതിൽ സംശയമില്ല. ജൂലൈ മാസത്തേക്ക് മുന്നോടിയായി ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ വാണിജ്യ പരിപാടിക്ക് കീഴിൽ USAയിലെ AST സ്പേസ് മൊബൈൽ ഇൻകോർപ്പറേറ്റഡിനായി ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന LVM-3 M5 ദൗത്യം ഇസ്രോ നടപ്പിലാക്കും. ഈ ദൗത്യങ്ങൾ ഒരുമിച്ച് ഇസ്രോയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയുടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. ആഗോള ബഹിരാകാശ പര്യവേഷണം, സാങ്കേതിക വികസനം, വാണിജ്യ ബഹിരാകാശ പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത ഇത് പ്രകടമാക്കുന്നു. വരാനിരിക്കുന്ന മനുഷ്യ ബഹിരാകാശ യാത്ര, അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ, അന്താരാഷ്ട്ര സഹകരണങ്ങൾ എന്നിവ ഇന്ത്യയെ ആത്മവിശ്വാസമുള്ളതും ഭാവിയിലേക്കുള്ള വഴി കാട്ടുന്നതുമായ ഒരു ബഹിരാകാശ യാത്രാ രാഷ്ട്രമാക്കി മാറ്റും എന്നതാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.